ആദ്യം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. ദ റിയാലിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ വട്ട് എവർ വി എക്സ്പെക്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടാണ് ഒരു ഹോം തിയേറ്റർ വീട്ടിൽ പണിയാമെന്ന് തീരുമാനിച്ചത്. എസ്പെഷ്യലി ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ ഇത്രയും തീരെ പ്രതീക്ഷിച്ചില്ല. ദി ഗാലക്സി ലൈറ്റിംഗ് ആൻഡ് ഓൾ, ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് മെസ്മറൈസിങ്. തൃശ്ശൂർ എലൈറ്റ് ഗ്രൂപ്പ് CEO മിസ്റ്റർ CG പ്രതിഭാസ്മിതൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാറിൻ്റെ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഹോം കണക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഹോം തിയേറ്റർ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണത്. റൂമിൻ്റെ നീളം വരുന്നത് 15 ഫീറ്റും വീതി 12 ഫീറ്റുമാണ് വരുന്നത്. 7.2.2 എന്ന കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്ക്രീൻ പ്ലേസ് ചെയ്തേക്കുന്നത്. 110 ഇഞ്ചിൻ്റെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സുവീരയാണ് ബ്രാൻഡ്. പ്രൊജക്ടർ സോണിയുടെ XW5000 ES എന്ന് പറയുന്ന മോഡലാണ്. നേറ്റീവ് 4K ലേസർ പ്രൊജക്ടറാണ്. പല വീഡിയോസിലായിട്ട് ഞാൻ തന്നെ ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രൊജക്ടറിലേക്ക് നിങ്ങൾ പോവില്ല. ഇതിനേക്കാൾ ബെസ്റ്റ് വേറെ ഇല്ല എന്നല്ല ഞാൻ പറയണത്, നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ടറാണ്. ഇനി സ്പീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോൾക്ക് ഓഡിയോൻ്റെ ES50 എന്ന് പറയുന്ന ടവർ സ്പീക്കേഴ്സാണ് നമ്മളിവിടെ കൊടുത്തേക്കണത്. ഇതൊരു 2-way സ്പീക്കറാണ്. പവർ പോർട്ട് ടെക്നോളജി കമ്പനി ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് എഫക്റ്റ് കൂടുതൽ കിട്ടാനും നോയ്സ് കുറയ്ക്കാനും നമുക്കത് സഹായിക്കും. ഇനി സെൻട്രൽ സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പോൾക്ക് ഓഡിയോൻ്റെ തന്നെ ES30 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തേക്കണത്. അടുത്തത് സബ് ബൂഫർ. HDS10ൻ്റെ 2 സബ് ബൂഫറുകളാണ് നമ്മളിവിടെ കൊടുത്തേക്കണത്. 10 ഇഞ്ചിൻ്റെ സബ് ബൂഫറാണ് വരുന്നത്. നമുക്ക് 400 വാട്ട്സ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇനി AVR, ഈ ഒരു തിയേറ്ററിൻ്റെ ഹെഡ് ഡെനോണിൻ്റെ 3800H എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. 9.4 ചാനലാണ്. 9 സ്പീക്കറും 4 സബ് ബൂഫറും നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ 2 സബ് ബൂഫറാണ് കണക്ട് ചെയ്തേക്കുന്നത്. 2 ചാനൽ പ്രീ ഔട്ടും വരുന്നുണ്ട്. 2 സ്പീക്കറും കൂടി നമ്മൾ പവർ ആമ്പ് വഴി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു 7.2.2 എന്ന കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. 7 സ്പീക്കർ താഴെയും 2 സബ് ബൂഫറും 2 അറ്റ്മോ സ്പീക്കേഴ്സും. 7 സ്പീക്കറിൽ 3 സ്പീക്കർ LCR സ്പീക്കേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി. ഇനി 4 സറൗണ്ടിങ് സ്പീക്കർ. പോൾക്ക് ഓഡിയോൻ്റെ RC85i എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇൻവാൾ ടൈപ്പ് സ്പീക്കേഴ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ റൂമിൻ്റെ വീതി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവാൾ ടൈപ്പ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യണതാണ് കുറച്ചും കൂടി ഉത്തമം. ഇനി അക്വസ്റ്റിക് സൗണ്ട് പ്രൂഫ്, ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാളിൽ നമ്മൾ അക്വസ്റ്റിക്കും സൗണ്ട് പ്രൂഫും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു തിയേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ്. ഇനി സീലിങ്ങിൽ അക്വസ്റ്റിക് പെറ്റ് പാനൽസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് സൗണ്ട് അബ്സർവേഷൻ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സീലിങ്ങിൽ ഗാലക്സി LEDs നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്റ്റിക്കൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗാലക്സി ഒപ്റ്റിക്കൽസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ തിയേറ്ററിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഫീല് നമുക്കത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. 7.2.2 എന്ന കോൺഫിഗറേഷനിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമിൽ ഹോം കണക്റ്റ് സെറ്റ് ചെയ്തേക്കണ ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കണം. ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ഓണർ പ്രതിഭാസ്മിതൻ സാറിനോട് ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്തത് 2019 അവസാനമാണ്. അന്ന് തന്നെ നമ്മൾ ഈ റൂം ഹോം തിയേറ്ററിന് വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഇത് കോവിഡ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിലേ ആക്കി. പിന്നെ ഹോം തിയേറ്റർ ഞങ്ങൾ പണിയാം എന്ന് തീരുമാനിച്ചത് എൻ്റെ മകൻ ഒരു MR ചൈൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് സിനിമ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാനുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടാണ് ഒരു ഹോം തിയേറ്റർ വീട്ടിൽ പണിയാമെന്ന് തീരുമാനിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് there were കുറച്ച് restrictions to go to the real theatre and watch as a family. അപ്പോൾ so that was when we thought ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരു ഹോം തിയേറ്റർ വെക്കാം, so that we can വാച്ച് ഇറ്റ് ടുഗെദർ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ ഹോം കണക്റ്റിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ആദ്യം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. ദ റിയാലിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ വട്ട് എവർ വി എക്സ്പെക്ട്. എസ്പെഷ്യലി ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ ഇത്രയും തീരെ പ്രതീക്ഷിച്ചില്ല.
the galaxy lighting and all, it was so, it was mesmerizing. പിന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ആൻഡ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം, പിന്നെ സ്ക്രീൻ, എവറിത്തിങ് ഗീവ്സ് യു ദ കറക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ റിയൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് Really, the exit board gives us the feeling of a theater. yeah. Really, that gives a very good experience. We feel we are really in a real theater, and the seating is It's too good. yeah, too good. You will have all these facilities to relax and see the movie. All these facilities are available, so it's done very nicely. Yeah, So we take this opportunity to thank Home Connect Angamali. Actually, the Home Connect was introduced to me by our IT manager Pingu. She only introduced you people, and it was very nice to have and your. we are very glad that it happened. It happened in a nice way, more than what we expected. Really, no doubt. അപ്പോൾ ഇത്തരത്തിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ, നല്ല പിക്ചർ ക്വാളിറ്റിയിൽ, നല്ല ഫിനിഷിങ്ങിൽ, ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലേക്കും ഒരു തിയേറ്റർ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഹോം കണക്ട്.